ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ചൂടാം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടാൻ പോവാം. അപ്പോൾ ഇതാ നമ്മൾ പച്ചരി കുതിർക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പ് അരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. ഏകദേശം 2 കപ്പ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 മണിക്കൂർ വരെയെങ്കിലും ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാ ഏകദേശം 3 മണിക്കൂറിനൊക്കെ ശേഷം നമ്മൾ അരി അരച്ചെടുക്കുക കേട്ടോ. ഞാൻ ശർക്കര പാനിയിലല്ല കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ അരി അരച്ചപ്പോൾ ഞാൻ ഒരു 9 എണ്ണമൊക്കെ ഉണ്ടാവും ഏലക്കായ ഇട്ട് അരച്ചതാട്ടോ. ഏലക്കായ വേറെ പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അരിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ശർക്കര ഉരുക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 6 എണ്ണം പോലൊക്കെ എടുത്തിട്ടുണ്ടാവും ശർക്കര ഉരുക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂടാറിയതിൻ്റെ ശേഷം മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ അതിലോട്ട് വേണ്ട കൊപ്ര നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. കൊപ്രയാണ് ഇട്ടെടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ടിട്ട് ഈ കൊപ്ര വറുത്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഇതാ നന്നായിട്ട് മൂത്തുണ്ട്. നമ്മൾ ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ വിറകടുപ്പിലായിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. നമ്മൾ തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉണ്ണിയപ്പമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതാ നമ്മളെ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. എൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.